അപ്പൊ ഇന്ന് നമ്മളൊരു നാടൻ ഊണ് ഉണ്ടാക്കുവാണ്. കുറച്ച് ദിവസമായി നമ്മൾ നാടൻ, അതായത് നാട്ടിലെ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഒരു നാടൻ ഊണാണ്. അതായത് കപ്പളങ്ങ ഉണ്ട്. ഇത് എങ്ങനെയാവും അറിയില്ല കേട്ടോ, പഴുത്ത് പോയോ ചനച്ചു പോയോ എന്നറിയില്ല, ഉള്ളിൽ എങ്ങനെയാവുമെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് കപ്പളങ്ങ തോരൻ വെക്കാം. പിന്നെ കുറച്ച് പാവയ്ക്ക ഉണ്ട് കേട്ടോ, അത് മൂന്നും കൂടെ ഞാൻ തോരൻ വെക്കുവാണ്. ഇനി വെച്ചുകൊണ്ടിരുന്ന അത് കൊള്ളൂല. ഈ ഒരു സൈഡുണ്ട് ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട്. പിന്നെ ഉണക്കപ്പാര എടുത്ത് വെച്ചിട്ടുണ്ട് വറക്കാൻ വേണ്ടി. രണ്ടെണ്ണം അധികം രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. തോലും തലയും പാലൊക്കെ പോയി കഴിയുമ്പോൾ മീനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് വറുത്ത് വെക്കുവാണെങ്കിൽ 2 ദിവസം നമുക്ക് കൂട്ടാനുണ്ടല്ലോ. പിന്നെ ഉപ്പെല്ലാം കളഞ്ഞ് വറുക്കണമെങ്കിൽ ഇച്ചിരി പണിയാണ്. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാടൻ ഊണ്, മോരുകറി ഇരിപ്പുണ്ട്. പിന്നെ എന്താ, ഒരു ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ നാടൻ ഊണ് ഉണ്ടാക്കാൻ പോകാം. നമുക്ക് കപ്പളങ്ങ മുറിച്ച് നോക്കാം, പഴുത്ത് പോകാം. നമുക്ക് ഈ ചെന പോകാൻ ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ. ഇത് പറിച്ചിട്ട് കുറെ ദിവസം ആയതുകൊണ്ട് ചെനയൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു പാല് പോലത്തെ സാധനമില്ല, അതിങ്ങനെ വരുന്നുണ്ടോ ഇങ്ങനെ കുത്തുമ്പോൾ. ഇത് പറിച്ചപാടെയാണെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടാവും. ഇതിപ്പം നമ്മൾ കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായില്ലേ, മുറിച്ച് നോക്കുമ്പോൾ അറിയാം എങ്ങനെയായി. ചെനച്ചിട്ടില്ലാന്ന് തോന്നട്ടോ. ഞാനിതൊന്ന് കഴുകിയിട്ട് വരട്ടെ, അല്ലെങ്കിൽ ഈ പാലിങ്ങനെ ഒഴിച്ചോണ്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മുറിച്ച് നോക്കട്ടെ. ദൈവമേ, ചെനിച്ച് പോയാൽ പിന്നെ കറി ഒരു മധുരമായിരിക്കും, ഒരു ടേസ്റ്റും ഉണ്ടാവും. ഒന്നേ കറി വെക്കണം നോക്കാം. ഇത്ര അങ്ങ് ആയിട്ടില്ല, പച്ച തന്നെ കേട്ടോ. കുരുവൊക്കെ ഇച്ചിരി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തോല് ചെത്തിയെടുക്കും. നമ്മൾ കപ്പളങ്ങയല്ല അരിഞ്ഞ് വെച്ച് കേട്ടോ. അപ്പം കപ്പളങ്ങ നമ്മൾ തേങ്ങയൊന്നും ഇട്ട് വെക്കുന്നില്ല. തേങ്ങ ഇട്ട് വെച്ച ഒരു ടേസ്റ്റ് അത്ര നല്ലതല്ല. അപ്പം പാവയ്ക്ക് തേങ്ങ ഇട്ട് വെക്കാം. അപ്പം കപ്പളങ്ങയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇടിച്ചിട്ടിട്ടാണ് എണ്ണ ചേർത്തിട്ട് നമ്മൾ കപ്പളങ്ങ അതിലോട്ടിട്ട് വേവിക്കുവാണ്. അപ്പോൾ കുറച്ച് ചെറുള്ളി, ഉണക്കമുളക്, വെളുത്തുള്ളി, കാന്താരി, കരിവേപ്പില ഇത്രയും മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം എണ്ണ ചേർക്കാം. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ പിടിച്ച് വെച്ചതും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് കപ്പളങ്ങ ഇട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് വേഗം ചതച്ചെടുക്കാവേ. എണ്ണ ചൂടായി, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടോ നമുക്ക് ഇതിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് എണ്ണക്കാതിട്ട് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് കപ്പളങ്ങ ഇട്ടിട്ട് ഉപ്പ് ഇട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് അടച്ച് വെക്കാം. വെള്ളം വന്നിട്ടുണ്ട്, ഞാൻ ഇതിലോട്ട് ഇടാൻ പോവാണ്. ഇതെല്ലാം കൂടെ കപ്പളങ്ങ വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് അടച്ച് വെക്കാം. നമ്മൾ അടിപൊളിയായിട്ടല്ലോ കപ്പളങ്ങ താറ റെഡി ആയിട്ടോ. ഒന്ന് കഴിച്ച് നോക്കാവേ. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നാടനായതുകൊണ്ട് ഒരു വളമൊന്നും ഇടാതെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അല്ലെങ്കിൽ കപ്പളങ്ങ വളമൊന്നും വേണ്ട. പക്ഷെ ഇങ്ങനെ എണ്ണ ചേർക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് തേങ്ങ ഇടുന്നതിനേക്കാളും. എനിക്കിങ്ങനെ ഇഷ്ടമാട്ടോ. ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ.